Advantages of geothermal energy. There are several advantages for geothermal energy sources. The first one is it is versatile in use. Versatile എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്നത്. It's cheaper than fossil fuel and other alternative energy sources. മറ്റ് എനർജി സോഴ്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ചീപ്പർ. നമ്മൾ സോളാറിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും പെട്രോളിയം പോലെയുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എക്സ്പെൻസ് ഈസ് ലെസ്, സോ ഇറ്റ് ഇസ് ചീപ്പർ. ലീസ്റ്റ് പൊല്യൂട്ടിംഗ് കമ്പയർഡ് ടു കൺവെൻഷണൽ എനർജി സോഴ്സ്. കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കോൾ. ഇത് ബേൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അത്തരം ഇഷ്യൂസുകളെല്ലാം ഈ ജിയോതെർമൽ എനർജി സോഴ്സസിനില്ല. സോ ഇറ്റ് ഈസ് ലീസ്റ്റ് പൊല്യൂട്ടിംഗ് കമ്പയർഡ് ടു കൺവെൻഷണൽ എനർജി സോഴ്സസ്. ജിയോതെർമൽ എനർജി സോഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില പൊല്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പൊല്യൂട്ടന്റ് അല്ല, പൊല്യൂട്ടന്റ് ഫ്രീ എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ മലിനീകരണം കുറവാണ്. ദാറ്റ്സ് ഇറ്റ്. ഗ്രേറ്റർ എമൗണ്ട് ഓഫ് നെറ്റ് എനർജി ഫ്രം ഇറ്റ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി കിട്ടുന്ന ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ there is a considerable amount. Multiple uses from a single source. ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് നമുക്ക് പല അപ്ലിക്കേഷനുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഹീറ്റിന്റെ അപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആസ് സച്ച് റെഡിലി ആക്സസിബിൾ ഹീറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ യൂസിങ് ടർബോ ജനറേറ്റേഴ്സ്. ജിയോതെർമൽ എനർജി ഫ്രം എർത്ത് ഇന്റീരിയർ ഈസ് ആൾമോസ്റ്റ് ഇൻഎക്സോസ്റ്റബിൾ. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത്ര പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു എനർജി സോഴ്സ് അല്ല ജിയോതെർമൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾമോസ്റ്റ് ഇൻഎക്സോസ്റ്റബിൾ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജിയോതെർമൽ എനർജി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുവെങ്കിലും ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത് എഫിഷ്യൻസി. എഫിഷ്യൻസി വളരെ കുറവാണ്. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഓൺലി 15% കമ്പയർ ടു 40% ഓഫ് എഫിഷ്യൻസി ഇൻ ദ ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഫോസിൽ ഫ്യൂവൽസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 40%. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ലോ. അതൊരു വലിയ ഇഷ്യൂ ആണ്. രണ്ടാമത് സർഫസ് സബ്സിഡൻസ്. വിഡ്രോവൽ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം എ ഹൈഡ്രോതെർമൽ റിസർവോയർ മേ റിസൾട്ട് ഇൻ സർഫസ് സബ്സിഡൻസ്. സർഫസ് സബ്സിഡൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ചിത്രം നിങ്ങളും ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു കോഫി ഹൗസ് ആണ്. ഇതിലൊരു ചെറിയ സ്ലോപ്പ് നിങ്ങൾക്ക് കാണാം. അഥവാ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് ഇവിടെ താഴ്ന്നു പോയതാണ് ഒരു സൈഡ്. ഒരു ബിൽഡിങ്ങിന്റെ ഒരു താഴ്ന്ന് കുറച്ച് മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് സംഭവിക്കുന്ന താഴ്ച. ഇപ്പൊ നമ്മൾ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതുപോലെ വീട് താഴ്ന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂകൾ 1-2 വർഷമായിട്ട് തന്നെ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ റീസണുകൾ എന്താണെന്ന് നമ്മൾ ഏകദേശം അറിയുകയും ചെയ്യാം. അപ്പോ വലിയ വെല്ലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 10 കിലോമീറ്റർ ഡെപ്ത് ഉള്ള വെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിക്ക് താഴെ നിന്ന് ഒരുപാട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ HDR ഹോട്ട് ഡ്രൈ റോക്സ് അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആ റോക്കുകൾ പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ക്രാക്ക് ഉണ്ടാക്കിയിട്ട് വെള്ളം നമ്മൾ അതിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടെ മണ്ണിടിച്ചിലുണ്ടാകാം, മണ്ണ് താഴ്ന്നു പോകാം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സർഫസ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപരിതലം താഴോട്ട് പിടിഞ്ഞു പോകാം. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ അത് ബിൽഡിങ്ങുകളെ സ്ട്രക്ചറുകളൊക്കെ ഈ രീതിയിലൊക്കെ ബാധിക്കാം. അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഈസ് പൊല്യൂഷൻ. അഡ്വാൻറ്റേജസിൽ നമ്മൾ പറഞ്ഞു ലെസ് പൊല്യൂഷൻ എന്ന്. പക്ഷെ ലെസ് പൊല്യൂഷൻ ആണ്, ബട്ട് ഇറ്റ് ഡസൻ മീൻ പൊല്യൂഷൻ ഇല്ല എന്നർത്ഥമില്ല. ദ സ്റ്റീം കണ്ടെയ്ൻ H2S, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാം, അമോണിയ ഉണ്ടാകാം, റാഡോൺ ഗ്യാസുകൾ ഉണ്ടാകാം. ആൻഡ് all these things may lead to air pollution. We may need to drill around 9 kilometers. That drilling operation is highly noisy. ഒരു കുഴൽ കിണറിന്റെ ആവശ്യമായിട്ടുള്ള ഡ്രില്ലിംഗ് പ്രോസസ് നമുക്കറിയാം. അത് എത്രത്തോളം നോയ്സി ആണെന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ ഒക്കെ എത്രയോ മടങ്ങി ഇരട്ടിയുള്ള കിണറുകളാണ്, ഡെപ്തുകളാണ് ഇതിനു വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. So, of course, drilling operation will be noisy. Large areas needed for energy exploitation. വളരെ ലെസ് എഫിഷ്യന്റ് ആയ ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ ഒരു വലിയ ലാൻഡ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് ഇതിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അപ്ലിക്കേഷൻ ഓഫ് ജിയോതെർമൽ എനർജി. There are 3 main applications for geothermal energy. 1.
generation of electric power. 2. Industrial process heat. 3. Space heating for various buildings. ഒന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. 2. ഇൻഡസ്ട്രിയൽ പ്രോസസ് ഹീറ്റ്. പ്രോസസ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഹീറ്റ് നമ്മൾ പല ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പൊ മത്സ്യം ഉണക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, അതിന് നമ്മൾ ഹീറ്റ് നൽകേണ്ടതുണ്ട്. സോ ഇറ്റ്സ് എ ഇൻഡസ്ട്രിയൽ പ്രോസസ് ഹീറ്റ്. അത്തരം ആപ്ലിക്കേഷനുകൾക്ക് ഇത് ഉപയോഗിക്കാം. 3. സ്പേസ് ഹീറ്റിംഗ് ഫോർ വേരിയസ് ബിൽഡിങ്സ്. എയർ കണ്ടീഷൻ ഉപയോഗിച്ച് റൂം തണുപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ. ദാറ്റ് ഈസ് സ്പേസ് കൂളിംഗ് ഫോർ ബിൽഡിംഗ്. പക്ഷെ തണുപ്പുള്ള രാജ്യങ്ങളിൽ, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂളിംഗ് അല്ല ആവശ്യം, ദ നീഡ് ഹീറ്റിംഗ്. നൗ വി ക്യാൻ ഡിസ്കസ് ദീസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. ലിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ക്യാൻ യൂസ് ലോ ഗ്രേഡ് ഹീറ്റ്. ജിയോതെർമൽ എനർജി സോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 200 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ ഈ റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇൻഡസ്ട്രികൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഡീസാലിനേഷൻ. Desalination is the process of removal of salts and mineral components from water. ഇപ്പോൾ ഒരു സീ വാട്ടറിനകത്തുള്ള സാൾട്ട് കമ്പോണന്റ് റിമൂവ് ചെയ്യാം. ദെൻ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഡ്രിങ്കിങ് വാട്ടർ. വാട്ടറിനകത്തുള്ള മിനറൽ കമ്പോണൻസ്, സാൾട്ട്, ഇതിനെല്ലാം റിമൂവ് ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഡീസാലിനേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് വാല്യുബിൾ മിനറൽസ്. ലിക്വിഡിലും സോയിലിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള മിനറൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. സാൾട്ട് പ്രൊഡക്ഷൻ ഫ്രം സീ വാട്ടർ. കടൽ വെള്ളത്തിൽ നിന്ന് സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ ടെമ്പറേച്ചർ വിത്തിൻ ദിസ് റേഞ്ച്. ഹെവി വാട്ടർ പ്രൊഡക്ഷൻ. ഹെവി വാട്ടർ എന്ന് പറയുന്നത് D2O എന്ന് പറയും. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഫോർമുല H2O. ഹൈഡ്രജന് 3 ഐസോട്രോപ്പുകളുണ്ട്. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. 1H1, 1H2, 1H3 എന്ന് പറയും. ഇതിൽ 1H1 എന്ന് പറയുന്ന ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നോർമൽ വാട്ടർ ഉണ്ടാകുന്നത്. അതിന് പകരമായിട്ട് 1H2 ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന വാട്ടറിനെ വിളിക്കുന്ന പേരാണ് D2O അല്ലെങ്കിൽ ഹെവി വാട്ടർ. അപ്പോൾ ഹെവി വാട്ടറിന്റെ പ്രൊഡക്ഷന് വി ക്യാൻ യൂസ് ദ ടെമ്പറേച്ചർ വിത്തിൻ ദിസ് റേഞ്ച്. പ്രോട്ടീൻ ആൻഡ് വിറ്റാമിൻ പ്രൊഡക്ഷൻ റിക്വയർസ് എ ടെമ്പറേച്ചർ വിത്തിൻ ദിസ് റേഞ്ച്. Textile industry requires a temperature within this range. Dye industry. വിവിധ തരത്തിലുള്ള ഡൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് they will use temperature within this range. Paper manufacture requires temperature within this range. Then plastic manufacture. Timber seasoning എന്ന് പറഞ്ഞാൽ തടി സീസൺ ചെയ്യാം. നോർമലി നമ്മൾ ഫർണിച്ചർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം മരങ്ങൾ, ചില പ്രത്യേകതരം തടികൾ, റബ്ബർ മരത്തിന്റെ അല്ലെങ്കിൽ അക്കേഷ്യ, ഇത്തരം മരങ്ങളൊക്കെ പലപ്പോഴും പെട്ടെന്ന് കേടുവന്നു പോകാൻ സാധ്യതയുണ്ട്, അധികം ഈട് നിൽക്കില്ല. അപ്പൊ അതിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്ത് ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് വഴി അവയുടെ ഈട്, അതിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് സീസണിങ് അല്ലെങ്കിൽ ടിംബർ സീസണിങ്. അങ്ങനെ നമുക്ക് ഈ റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ആവശ്യമാണ്. ആൻഡ് ദർ ഇസ് അപ്ലിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. In case of mushroom culture also this temperature is required. Powdered coffee production demands this temperature. Dried milk production, പാൽപ്പൊടിയൊക്കെ നിർമ്മിക്കുന്ന മേഖലയിൽ that also need the use of this grade of heat. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് മത്സ്യം ഉണക്കുന്നതിന് ഈ രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്. ഫിഷ് മീൽ എന്ന് പറയുന്നത് നോർമലി മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമല്ല, മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. കൊമേഴ്ഷ്യൽ ഫിഷറീസുകളിൽ ബാക്കി വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ്, അല്ലാതെ ഫിഷ് ബോൺസ്, ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫിഷ് മീൽ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫീഡ് ആനിമൽസ്. ദെൻ സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. ദിസ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ്. ഇത്രയും ഇൻഡസ്ട്രികളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ഇൻഡസ്ട്രികളെ desalination, extraction of valuable minerals, salt production, heavy water production, protein, vitamin production, textile industry, dye industry, paper manufacture, plastic manufacture, timber seasoning, refrigeration and air conditioning, mushroom culture, coffee production, dried milk production, fish drying, fish meal production, sewage treatment. These industries can use low grade heat or a heat of around 200 degrees Celsius.
ജിയോതെർമൽ എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലഭ്യമായ ടെമ്പറേച്ചർ നമുക്ക് ഈ മേഖലകളിലെല്ലാം ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നടത്തി. ഇനി നമ്മൾ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്ലിക്കേഷൻ ഓഫ് ജിയോതെർമൽ എനർജി അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. ഒന്നാമത്തെ കാറ്റഗറി ഹോട്ട് വാട്ടർ. 20 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉള്ള വെള്ളത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 20 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ പറയുന്നത് ഇൻ അവർ കേസ് ഇറ്റ്സ് എ റൂം ടെമ്പറേച്ചർ. ഐസ്ലാൻഡ് പോലുള്ള കൺട്രികൾ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 0 ഡിഗ്രി ഉള്ള ഒരു സ്ഥലത്ത് 20 ഡിഗ്രി ഈസ് എ ഹോട്ട് വാട്ടർ. അപ്പോൾ 20 മുതൽ 100 ഡിഗ്രി വരെ ടെമ്പറേച്ചറുകൾ നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം. ദാറ്റ് വാട്ടർ വി ആൾറെഡി കളക്ടഡ് ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രോതെർമൽ പ്ലാന്റ്. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ് നമുക്ക് അവൈലബിൾ എങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡ്രൈയിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഇഫ് യു ഹാവ് വാട്ടർ ഓഫ് 90 ഡിഗ്രി വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡ്രൈയിങ് ഓഫ് സ്റ്റോക്ക് ഫിഷ്. 80 ഡിഗ്രി ആണെങ്കിൽ വി ക്യാൻ യൂസ് ഫോർ സ്പേസ് ഹീറ്റിംഗ്. സ്പേസ് ഹീറ്റിംഗ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 70 ഡിഗ്രി ആണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ റെഫ്രിജറേഷൻ. 60 യു ക്യാൻ യൂസ് ഫോർ അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ, മൃഗസംരക്ഷണത്തിന്. ഇതിനൊക്കെ പലപ്പോഴും ഈ ഡിഗ്രിയുള്ള ഈ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരും. And 50 degree you can use for mushroom growing. 40 degree we can use for soil warming. കൃഷിക്ക് ആവശ്യമായിട്ട് ചില പ്രദേശങ്ങളിൽ ലാൻഡ് ഒന്ന് വാം ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. സോ വി ക്യാൻ യൂസ് ഇറ്റ് ദർ. 30 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ സ്വിമ്മിംഗ് പൂൾ. 20 ഡിഗ്രി സെൽഷ്യസ് ഇസ് ബെറ്റർ ഫോർ ഫിഷ് ഫാമിംഗ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 20 മുതൽ 100 ഡിഗ്രി വരെയുള്ള കേസാണ്. ഇനി അതിന് മുകളിലുള്ളത് 110 മുതൽ 150 ഡിഗ്രി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 100 ഡിഗ്രിക്ക് മുകളിലുള്ളത് വാട്ടർ സ്റ്റീമായിട്ട് മാറുമെന്ന് നമുക്കറിയാം. സോ ഈ ഒരു കേസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹോട്ട് വാട്ടർ എന്നല്ല, സാച്ചുറേറ്റഡ് സ്റ്റീം എന്നാണ്. ഇതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് 110 മുതൽ 130 വരെ, ദെൻ 140 മുതൽ 180 വരെ. 110 മുതൽ 180 വരെയുള്ള ഇതെല്ലാം നമുക്ക് ഓരോ സ്പെസിഫിക് അപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാം. അതിൽ 140 മുതൽ 180 വരെയുള്ള സ്റ്റീം ആണെന്നുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു ദിസ് അപ്ലിക്കേഷൻ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ പവർ പ്രൊഡക്ഷൻ. 140 ഡിഗ്രി സെൽഷ്യസ് മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സ്റ്റീമിന് ഹീറ്റിംഗ് അപ്ലിക്കേഷനെ കൂടാതെ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ പവർ പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവയുടെ ഹീറ്റിംഗ് അപ്ലിക്കേഷൻ, പ്രോസസ് അപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 110 ഡിഗ്രി താഴെയുള്ള 110 ഡിഗ്രി വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡ്രൈയിങ് ആൻഡ് ക്യൂറിംഗ് ഓഫ് സിമെന്റ് സ്ലാബ്സ്. ഒരു സിമെന്റ് സ്ലാബ് നിർമ്മിച്ചാൽ അത് ഉണങ്ങി സെറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് ടെമ്പറേച്ചർ. 120 ഡിഗ്രി വി ക്യാൻ യൂസ് ഫോർ ഇവാപറേഷൻ ഓഫ് കോൺസെൻട്രേറ്റ് സാലൈൻ സൊല്യൂഷൻ. 130 വി ക്യാൻ യൂസ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് സാൾട്ട് ബൈ ഇവാപറേഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. കടൽ വെള്ളത്തിൽ നിന്ന് സാൾട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് 130 ഡിഗ്രി. 140 വി ക്യാൻ യൂസ് ഫോർ ഡ്രൈയിങ് ഫാം പ്രോഡക്റ്റ് അറ്റ് ഹൈ റേറ്റ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ ഉയർന്ന റേറ്റിൽ ഉണക്കിയെടുക്കുന്നതിന് വി ക്യാൻ യൂസ് ദിസ് ടെമ്പറേച്ചർ. 150 അലുമിന പ്രൊഡക്ഷൻ ബൈ ബയേസ് പ്രോസസ്. അലുമിന എന്ന് പറയുന്നത് ഇറ്റ്സ് അലുമിനിയം ഓക്സൈഡ് Al2O3. അത് സിന്തസിസ് ചെയ്യുന്ന ഒരു കെമിക്കൽ മെത്തേഡാണ് ബയേസ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് നമുക്ക് ഇറ്റ് റിക്വയർസ് ടെമ്പറേച്ചർ 150 ഡിഗ്രി. നേരത്തെ നമ്മൾ ഫിഷ് മീൽ എന്ന് പറഞ്ഞിരുന്നു. ആ ഫിഷ് മീൽ ഡ്രൈ ചെയ്യുന്നതിന് വേണ്ടി വി ക്യാൻ യൂസ് 160 ഡിഗ്രി സെൽഷ്യസ്. ഇൻ കേസ് ഓഫ് ഹെവി വാട്ടർ യു ക്യാൻ യൂസ് 170 ഡിഗ്രി. ഇവാപറേഷൻ ഓഫ് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് വി ക്യാൻ യൂസ് 180 ഡിഗ്രി. ഇങ്ങനെയുള്ള ഒരുപാട് അപ്ലിക്കേഷൻ ടെമ്പറേച്ചറിനെ ആൻസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ 140 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇൻ അഡീഷണൽ ടു ദിസ് വി ക്യാൻ യൂസ് ദാറ്റ് ഫോർ power production also, electricity production also. Space heating. What is space heating? Heating of spaces, a small area, especially for human comfort by any means, by using a fuel, by using electricity, etc. ഒരു ചെറിയ ഏരിയ, ഒരു ചെറിയ റൂം ഹീറ്റ് ചെയ്തെടുക്കുക ഫോർ ഹ്യൂമൻ കംഫർട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ AC ഒക്കെ ഉപയോഗിച്ച് റൂം നമ്മൾ കൂൾ ചെയ്തെടുക്കാറുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ we need to heat the room
ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. It is used in countries like Iceland. Geothermal energy can be used for space heating at a range of 60 degrees Celsius to 150 degrees Celsius. Preferable temperature is 80 to 90 degrees Celsius. Can be used for single houses in rural areas or wall areas, town or city. നമ്മൾ ഒരു AC വെക്കുമ്പോൾ ഒന്നുകിൽ ഒരു റൂമിൽ വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മാക്സിമം ഇൻ എ ബിൽഡിംഗ് ഇറ്റ്സ് ഓക്കെ. അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ സ്പേസ് ഹീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ഹൗസ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുക. വി ക്യാൻ ഹീറ്റ് ഏരിയ ഇറ്റ് സെൽഫ്, ഒരു ടൗൺ ഇറ്റ് സെൽഫ്. വളാഞ്ചേരി കംപ്ലീറ്റ് ആയിട്ട് ഒരു AC ചെയ്താൽ എങ്ങനെയുണ്ടാവും? ആ രീതിയിൽ നമുക്ക് ഒരു ഏരിയ മൊത്തം ഹീറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഡ്യൂസ് മിനിമൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എക്കണോമിക്കൽ. സ്പേസ് ഹീറ്റിംഗിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് ദ ഹീറ്റ് പമ്പ്. ദ വെദർ അറ്റ് റൂം ഈസ് അറ്റ് കോൾഡ് കണ്ടീഷൻ. ഇപ്പൊ തണുത്ത വെള്ളമാണ് ഈ നീല നിറത്തിൽ കാണിക്കുന്നത്. ഹീറ്റ് പമ്പ് ഉപയോഗിച്ച് തണുത്ത വെള്ളം ഈ ട്യൂബിലൂടെ സർക്കുലേറ്റ് ചെയ്യും. ദ ടെമ്പറേച്ചർ ഓഫ് സോയിൽ വിൽ ബി ഹയർ. ഈ ട്യൂബ് സോയിലിന്റെ ടെമ്പറേച്ചർ വലിച്ചെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വെള്ളം ചൂടാവുന്നു. ആ ചൂടായ വെള്ളമാണ് നമ്മൾ റെഡ് കളറിൽ കാണിക്കുന്നത്. അത് ഹീറ്റ് പമ്പിലോട്ട് തിരിച്ചെത്തുന്നു. അങ്ങനെ ഈ ഹീറ്റ് പമ്പിൽ നിന്ന് ഹീറ്റ് എനർജി വിൽ ബി ട്രാൻസ്ഫർ ടു ദ റൂം. ആ രീതിയിൽ റൂം ഹീറ്റ് ചെയ്യും. റൂമിലെ തണുത്ത എയർ കാരണം വെള്ളം കൂളാവുന്നു. ആ കൂളാവുന്ന വെള്ളം വീണ്ടും ബ്ലൂ കളർ കാണുന്ന പോലെ സർക്കുലേറ്റ് ചെയ്യുന്നു. വീണ്ടും ഹീറ്റ് എനർജി, സോയിലിന്റെ ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യുന്നു. വെള്ളം ഹീറ്റ് ചെയ്യപ്പെടുന്നു. ആ ഹോട്ട് വാട്ടർ ആണ് ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്ത് മുകളിലെത്തുന്നത്. Now the process repeats. Agriculture and related applications. First case, greenhouse. Greenhouse എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ല. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയും. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഭൂമിയുടെ ചൂട് വർദ്ധിപ്പിക്കുന്ന പ്രതിഭാസം. ദാറ്റ് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ, ആഗോള താപനത്തിനൊക്കെ കാരണമാകുന്ന ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് ഇറ്റ്സ് എ സ്ട്രക്ചർ with wall and roof made of transparent material such as glass, fiberglass, etc. Greenhouses are used to cultivate vegetables, flowers out of season or in an unnatural climate with optimum growth temperature, humidity of the soil, etc. ഒരു ഗ്രീൻ ഹൗസിന്റെ ചിത്രമാണിത്. ഇത് ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൗസ് ആണ്, അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബേഴ്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൗസ് ആണ്. ഒരു ട്രാൻസ്പെറന്റ് ഹൗസ് ആണ്. സോ അതിലോട്ട് പ്രകാശം കടന്നു പോകും. അങ്ങനെ ഒരു പ്രത്യേക ഗ്ലാസ് നിർമ്മിതമായ ഒരു കേജ്, അതിനകത്ത് കൃഷി ചെയ്യുക. അതിനകത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിനകത്തുള്ള സീസൺ, ഹ്യൂമിഡിറ്റി നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഒരു നാട്ടിൽ വളരാത്ത മരങ്ങൾ, ആപ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാം. സീസണൽ ആയിട്ടുള്ള കുറെ വൃക്ഷങ്ങളുണ്ട്. ചില സീസണിൽ മാത്രമേ അതിൽ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട് ഓഫ് സീസണിൽ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഔട്ട് ഓഫ് സീസണിൽ ക്രിയേറ്റ് ചെയ്യാം. കാരണം സീസൺ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാണ്, ഇതിലുള്ള ഹ്യൂമിഡിറ്റി നമ്മൾ സെറ്റ് ചെയ്യാണ്, ഇതിനകത്തുള്ള ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയിട്ട് നമുക്ക് കൃഷികൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസിന്റെ കേസിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും? ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഫിഗർ എ, ഫസ്റ്റ് ഫിഗർ, ഏരിയൽ പൈപ്പ് ഹീറ്റിംഗ്. ഇവിടെ സസ്യങ്ങളുണ്ട്. സസ്യങ്ങളുടെ മുകളിൽ ഇങ്ങനെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ടെമ്പറേച്ചർ, ഹീറ്റ് സപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഏരിയൽ പൈപ്പ് ഹീറ്റിംഗ്. രണ്ട്, ബെഞ്ച് ഹീറ്റിംഗ്. രണ്ടാമത്തെ ചിത്രം, ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ടാണ് സസ്യങ്ങൾ വെച്ചിട്ടുള്ളത്. അതിന്റെ താഴെ ചെറിയ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് വി ക്യാൻ ഗിവ് ടെമ്പറേച്ചർ ദർ. ദാറ്റ് ഈസ് കോൾഡ് ബെഞ്ച് ഹീറ്റിംഗ്. മൂന്നാമത്തെ ചിത്രം, ലോ പൊസിഷൻ ഹീറ്റിംഗ് പൈപ്സ് ഫോർ ഏരിയൽ ഹീറ്റിംഗ്. ആൻഡ് നാലാമത്തത് സോയിൽ ഹീറ്റിംഗ്. മണ്ണ് ചൂടാക്കേണ്ടത് ആവശ്യമാണെങ്കിൽ നമുക്കധികം സസ്യത്തിന് താഴെ മണ്ണിൽ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വി ക്യാൻ സപ്ലൈ ഹീറ്റ്. ഇതൊക്കെ ഗ്രീൻ ഹൗസിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളാണ്, ടെക്നോളജികളാണ്. അവിടെ നമുക്ക് സോയിലിന്റെ ടെമ്പറേച്ചർ മാറ്റേണ്ടതുണ്ട്, റൂം ടെമ്പറേച്ചർ മാറ്റേണ്ടതുണ്ട്, ഹ്യൂമിഡിറ്റി മാറ്റേണ്ടതുണ്ട്. സോ ദാറ്റ് ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസ് ക്യാൻ കൾട്ടിവേറ്റ് ഔട്ട് ഓഫ് സീസൺ or in an unnatural climate, but keeping optimum growth temperature, humidity, etc.
അപ്പൊ അതൊക്കെ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു അപ്ലിക്കേഷൻ. അതർ അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അനിമൽ ഹസ്ബൻഡറിയിൽ, ഫിഷ് ഫാമിങ്ങിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. സ്പേസ് ഹീറ്റിങ്ങിനുള്ള ജിയോതെർമൽ ഹീറ്റ് പമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സപ്പോർട്ട് ക്ലൈമറ്റിക് വേരിയേഷൻസ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ട് ചിത്രം ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള ചിത്രം, it denotes the cold weather, and right side we can see a hot day. So now we can discuss the left side diagram that we already discussed. When the weather is cold, the water heats up as it travels through the part of the loop that buried underground. Once it gets back above the ground, the warmed water transfers heat into the building. ഇതിലൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിഷ്യലി ഇറ്റ് വിൽ ബി കോൾഡ് വാട്ടർ, ദെൻ അത് ഈ ട്യൂബിലൂടെ പോയി ആ വെള്ളം ഹീറ്റ് അപ്പ് ചെയ്യപ്പെടും. ആൻഡ് ആ ഹോട്ട് വാട്ടർ ഇറ്റ് വിൽ റീച്ച് ഹിയർ, ആൻഡ് ത്രൂ ദിസ് ട്യൂബ് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ ഹീറ്റ് ടു ദ റൂം. റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ച് വെള്ളം വീണ്ടും തണുക്കും, അത് വീണ്ടും ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ദ പ്രോസസ്. It is the case when weather is cold. Now consider a hot day. See the picture on the right side. On a hot day, the system can run in reverse. The water cools the building and then is pumped underground, where extra heat is transferred to the ground around the pipes. ഹോട്ട് ഡേ ആവുമ്പോൾ റൂമിലെ ടെമ്പറേച്ചർ ഹയർ ആണ്, സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ചൂടുള്ള വെള്ളമാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഭൂമിയുടെ താഴോട്ടെത്തുന്നതോടുകൂടി ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയുന്നു, അല്ലെങ്കിൽ തണുത്തതായിട്ട് മാറുന്നു. ദെൻ ആ തണുത്ത വെള്ളം ഈ ഇങ്ങോട്ട് പമ്പിലോട്ട് എത്തുകയും ആ തണുപ്പ് ആ റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. റൂമിലെ ചൂട് ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്നു. ദെൻ ആ വെള്ളം കുറച്ച് ചൂടുള്ള വെള്ളമായി മാറി ചൂടുള്ള വെള്ളം റെഡ് കളറിൽ നമ്മൾ കാണിക്കുന്നത് ട്യൂബിലൂടെ വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്യും, ആ തണുപ്പ് റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ രീതിയിലാണ് ചൂട് കാലാവസ്ഥയിൽ ഇത് വർക്ക് ചെയ്യുക. സോ ദിസ് ജിയോതെർമൽ ഹീറ്റ് പമ്പ് can work according to the climatic variation. Let us see a video of this. I want to save money heating and cooling our house or office, right? The answer may be under your feet, literally. Much of the heating and cooling can come from the ground, below the surface, with something called a geothermal heat pump. You see, below the frost line, about 10 feet down, the Earth maintains a nearly constant temperature of 54 degrees. We can tap into this energy to provide heating in the winter and cooling in the summer. Okay, now here's how it works. Bury a loop of pipes, called a heat exchanger, just below the surface, and fill them with water or a water and antifreeze solution. During the winter months, the air is usually cooler than the temperature below ground. The solution circulates in a loop underground and absorbs the Earth's heat. This heat is brought to the surface and transferred to a heat pump. The heat pump warms the air, and then your regular heating system warms the air some more to a comfortable temperature. Finally, ducts circulate the air to the various rooms. Now, a huge benefit is that the geothermal system doesn't have to work as hard to make people inside comfortably warm, and you save lots of money on your heating bill. In the summertime, the system works in reverse. When it's hot outside, the temperature below the surface is cooler than the summer heat. So, the fluid in the loop absorbs heat in the building and sends it underground. The ground's lower temperature cools it, and it's circulated again and again. Now you're saving money on air conditioning. So that's about geothermal energy sources.